കേരളോത്സവത്തിന്റെ ഭാഗമായി എക്സിബിഷൻ സ്റ്റാളുകൾ ഒരുങ്ങി. മാർബേസിൽ ഗ്രൗണ്ടിൽ ആന്റണി ജോൺ MLA സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏപ്രിൽ 8 മുതൽ 11 വരെയാണ് കോതമംഗലത്ത് കേരളോത്സവം നടക്കുക. കേരളോത്സവം എന്നുള്ള നിലയിലേക്ക് ഈ ഒരു മേള എത്തിച്ചേരുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കലാകായിക സാംസ്കാരിക കൂട്ടായ്മ അല്ലെങ്കിൽ യുവജനങ്ങളുടെ ഏറ്റവും വലിയൊരു കലാകായിക സാംസ്കാരിക കൂട്ടായ്മ എന്നുള്ള നിലയിലേക്ക് കേരളോത്സവത്തിന് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സാധാരണ നിലയിൽ ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് നേരത്തെ തിരുവനന്തപുരത്തും കോഴിക്കോടും കണ്ണൂരുമെല്ലാം ജില്ലാ ആസ്ഥാനങ്ങളിലാണ് ഇതിനു മുൻപ് 3 കേരളോത്സവങ്ങൾ ഇത്ര വിപുലമായി സംഘടിപ്പിക്കപ്പെട്ടത്. ഇപ്പോൾ ഒരു ജില്ലാ കേന്ദ്രത്തിന് വെളിയിൽ ആദ്യമായിട്ടാണ് ഈ കോതമംഗലം അതിന് വേദിയാകുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും കോതമംഗലത്തിനുള്ള ഒരു അംഗീകാരമാണ്. ഞാൻ നേരത്തെ സംഘാടക സമിതി രൂപീകരണത്തിൽ സൂചിപ്പിച്ചതാണ്. സംസ്ഥാനതല കേരളോത്സവം കോതമംഗലത്ത് എത്തുക എന്നുള്ളത് നമ്മുടെ നാടിന് ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ 36ാമത് കേരളോത്സവം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണത്തിന് ശേഷം വ്യത്യസ്തങ്ങളായ പരിപാടികൾ വ്യത്യസ്ത മേഖലകളിൽ ഈ പ്രദേശത്തെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും മറ്റ് കൂട്ടായ്മകളെയും സംഘടനകളെയും ഒക്കെ ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ചെറുതും വലുതുമായ യോഗങ്ങൾ അതെല്ലാം വിളിച്ചു ചേർത്തുകൊണ്ടാണ് സമൂഹത്തെ ആകെ ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ. അപ്പം അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ബുക്ക് സ്റ്റാൾ ഉദ്ഘാടനം സാഹിത്യ നിരൂപകൻ NE സുധീറും ടൂറിസം എക്സിബിഷൻ സ്റ്റാൾ മുനിസിപ്പൽ ചെയർമാൻ KK ടോമിയും യുദ്ധവിരുദ്ധ ചിത്രപ്രദർശനം പ്രൊഫസർ ബേബി M വർഗീസും ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാനപരമായി മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റു ജീവികളിൽ നിന്ന് ഒരുപക്ഷെ മറ്റു ജീവികളെക്കാൾ അശക്തനാണ് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള ജീവികളിൽ പലരും ജനിച്ചു കഴിഞ്ഞാൽ ഉടനടി തന്നെ അവരവരുടെ ശക്തി കാണിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് അതിജീവനത്തിനുള്ള പല വഴികളും അവർക്കുണ്ട് ശാസ്ത്രീയമായി. അങ്ങനെ കൂട്ടായ്മയിലൂടെ ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ് ഈ ലോകത്തെ കീഴടക്കുക എന്ന തിരിച്ചറിവിൽ നിന്നാണ് മനുഷ്യൻ ഇതിലെല്ലാം അതിജീവനിച്ച് ഏറ്റവും ശക്തനായ ജീവിവർഗമായി ഇന്ന് ലോകത്തിൻ്റെ മുന്നിലുള്ളത്. ഇത് സാധിച്ചതിൻ്റെ പിന്നിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച, അവനെ സഹായിച്ച ഒന്നിൻ്റെ പേരാണ് പുസ്തകം എന്ന് പറയുന്നത്. അറിവന്വേഷണം, അറിവ് തേടാനുള്ള അവൻ്റെ മസ്തിഷ്കത്തിൻ്റെ ശക്തിയും അത് സംഭരിച്ച് വെച്ച് പിന്നീട് തലമുറകളിലേക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു വലിയ സാധ്യതയും അവൻ്റെ മുന്നിലുണ്ടായി എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് ലോകത്തെയും പ്രപഞ്ചത്തെയും ഒക്കെ ഭരിക്കുന്ന രീതിയിലേക്ക് വളർന്നത്. ഒരുപക്ഷെ പ്രപഞ്ചത്തിൻ്റെ അതിജീവനത്തിന് പോലും, ജീവിവർഗത്തിൻ്റെ അതിജീവനത്തിന് പോലും നമ്മുടെ ഈ കൂട്ടായ്മ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. യോഗത്തിന് പ്രൊഫസർ ബേബി M വർഗീസ് അധ്യക്ഷത വഹിച്ചു. യുവജനക്ഷേമ ബോർഡ് അംഗം റോണി മാത്യു, മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, പ്രതിപക്ഷ നേതാവ് AG ജോർജ്, യൂത്ത് കോർഡിനേറ്റർ R പ്രജീഷ തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വാഴ്ച മുതൽ 4 ദിവസം നീണ്ടുനിൽക്കുന്ന കേരളോത്സവത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ട് 4-ന് ചെറിയപള്ളി പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ലഹരിവിരുദ്ധ കൂട്ടയോട്ടം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.